നീറ്റിന്റെ പ്രക്ഷോഭം ഡൽഹിയിൽ നടക്കുകയാണ്. എന്താണ്, ഒരു പ്രതികരണം കണ്ടില്ല എന്നല്ല. ആണോ മേജർ സാറേ? ഏത് ദ്രോഹികളാണ് സാറിനെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? ഈ ഡൽഹിയിൽ നടക്കുന്ന സമരത്തെ പറ്റി സാറിനെ ഇങ്ങനെ വിളിച്ചു ചോദിച്ച് അഭിപ്രായം പറയുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് ആരെങ്ങനെ ചെയ്യുന്നത്? സാറ് കഴിഞ്ഞ ദിവസമല്ലേ നമ്മുടെ മോഹൻലാലിന്റെ മകൾ ആ വിസ്മയ മോള് എന്തോ ഒരു അഭിപ്രായം ഈ സമരത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാറ് എന്തോ ഒന്ന് പറഞ്ഞില്ലേ? രാഷ്ട്രീയം അറിയാത്ത കൊച്ചുകുട്ടിയാണ്, അങ്ങ് വിയറ്റ്നാമിലെങ്ങോ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടിയല്ലേ, അതിനെന്ത് രാഷ്ട്രീയം അറിയാന്നൊക്കെ സാറ് ചോദിച്ച് സാറിനെ ഈ നാട്ടുകാരൊക്കെ പാടിട്ട് അങ്ങ് എയറിലേക്ക് തട്ടി പന്താടുന്ന ഒരു കാഴ്ച കണ്ടിട്ട് പിന്നെയും സാറിനെ വിളിച്ച് ഇങ്ങനെ ഈ സമരത്തെ പറ്റി ചോദിക്കുന്നുണ്ടോ? പിന്നെയോ എന്താ സാർ അപ്പോൾ മറുപടി പറഞ്ഞതിന്? കുറെ ആദ്യം കാണുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഫീലിംഗ് പോലെ തന്നെയാണ് എനിക്കുണ്ടായത്. കുട്ടികളെ അടിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഷോട്ടുകൾ കാണുന്നു. ആ ഷോട്ടുകൾ കാണുന്ന സമയത്ത് നമുക്ക് വിഷമം തോന്നും. അതെ സാറേ, എത്ര കഠിന ഹൃദയനായാൽ പോലും ആ പോലീസ് നടനായിട്ട് കണ്ടാൽ ആർക്കും സങ്കടം തോന്നും. സാറിനും സങ്കടം തോന്നി, അതിലൊട്ടും അത്ഭുതമില്ല. കുട്ടികളെ വെറുതെ അടിക്കുകയാണെന്നുള്ളതല്ല, പക്ഷെ അതിലെവിടെയായിരുന്നു കുട്ടികളെന്നുള്ളത് പിന്നീട് തെരഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്. കുട്ടികൾ കുറവും കുട്ടന്മാരായിരുന്നു കൂടുതലുണ്ടായിരുന്നു. അല്ല മേജർ സാറേ, മേജർ സാർ ഇപ്പൊ പറഞ്ഞത് മനസ്സിലായില്ല. സാർ എന്തോ വെച്ച് തെരഞ്ഞു എന്ന് പറഞ്ഞു. കണ്ണട വെച്ചുകാരുന്നുണ്ടോ അല്ലേ? കണ്ണട വെച്ച് തെരഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കുട്ടികളെ കണ്ടില്ല, കുട്ടന്മാരെ കണ്ടുവെന്ന്. കുട്ടികളും കുട്ടന്മാരും. ഈ കുട്ടന്മാരെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികളെ ആയിരിക്കില്ല, ചിലപ്പോൾ ആൺകുട്ടികളെയാണ് ഉദ്ദേശിച്ചത്. എന്താണ് മേജർ സാർ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. അപ്പോൾ കുട്ടികളെ കണ്ടില്ല, സാർ കുട്ടന്മാരെയാണ് കണ്ടത്. ശരി, അങ്ങനെ ആകട്ടെ, കുട്ടന്മാരെ കണ്ടു. എന്തായിരുന്നു കുട്ടന്മാരുടെ പ്രശ്നം? എന്തായിരുന്നു സാറേ? അത് പറയൂ, കേൾക്കട്ടെ. ആദ്യമായിട്ട് ഒരു റിക്വസ്റ്റ് എല്ലാവരോടും ഉള്ളത്, ഇത് പറയുന്ന സമയത്ത് ആദ്യം നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കൂ. കേട്ടതിന് ശേഷം പലർക്കും എന്നെ തെറി വിളിക്കണം തോന്നും, സ്വാഭാവികം. ഈ പറഞ്ഞത് ന്യായം, ശ്രദ്ധിച്ച് കേൾക്കാം, ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ സാറ് തന്നെ പറഞ്ഞല്ലോ, ഇതെല്ലാം ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ സാറിനെ തെറി പറയാൻ തോന്നും എന്ന് പറഞ്ഞത് സ്വാഭാവികമെന്നും സാറ് പറഞ്ഞ സ്ഥിതിക്ക് സാറെന്തായാലും തെറി കേൾക്കാൻ പറ്റുന്ന എന്തോ ഒരു സംഭവമാണ് പറയാൻ പോകുന്നത് എന്നുള്ളത് സാറിന് തന്നെ മനസ്സിലായ സ്ഥിതിക്ക് ഇനി നാട്ടുകാർ സാറിനെ തെറി പറഞ്ഞാൽ അതിൽ പരിഭവം പറഞ്ഞ് വന്നേക്കരുത് എന്ന് മാത്രമേ അഭിപ്രായമുള്ളൂ. എന്തായാലും ഇത് കേട്ട് ഞാൻ തിരിച്ചു തെറിയൊന്നും പറയാൻ പോകുന്നില്ല, കേട്ട് ആസ്വദിക്കാലോ. അപ്പോൾ സാറ് പറയൂ. മേജർ വി എന്താണെങ്കിലും പറയാം, കാരണം ഞാൻ അതിന് തിരിച്ചൊന്നും പറയാറില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ഞാനിതിനകത്ത് കുറേ സ്റ്റഡീസ് നടത്തിയിട്ടാണ് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നു. ഇതിന് വലിയ പഠനം ആവശ്യമുണ്ടോ? പഠിക്കേണ്ട കാര്യമുണ്ടോ? അത് ശരി, ഇത് എവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് സാറേ? ഏത് യൂണിവേഴ്സിറ്റിയിലാണ്? അതെനിക്ക് മനസ്സിലായില്ല. ഈ ഏതോ ഒരു യൂണിവേഴ്സിറ്റി ഓഫ് ചാണക എന്നൊക്കെ പറയുന്ന ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയാണോ? അങ്ങനെ ആരോ പറയുന്നത് കേട്ടു ഏതോ ഒരു ചാനലിലോട്ടോ. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. സാർ ഏത് യൂണിവേഴ്സിറ്റി കയറിയിട്ടാണ് ഈ കാര്യത്തെപ്പറ്റി, ഇപ്പോൾ ഈ ഡൽഹിയിൽ നടന്ന സമരത്തെപ്പറ്റി പഠിച്ചത് എന്നറിയാൻ ഞങ്ങൾക്കും കേൾക്കാൻ സൗകര്യമുണ്ട്. സാർ എന്തൊക്കെയാണ് അതിനെപ്പറ്റി പഠിച്ചത്? എന്താണ് അതിൻ്റെ സബ്ജക്റ്റും വിഷയമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എക്സാമിനേഷൻ ഉണ്ടായിരുന്നു? എന്നാലും എന്തൊക്കെ പഠിച്ചു എന്ന് ഞങ്ങളൊന്ന് കേൾക്കട്ടെ. അതിനകത്തുള്ള ഫാക്ട്സും ഫിഗേഴ്സും എല്ലാം ഞാൻ ശേഖരിച്ച് വെച്ചതിന് ശേഷം എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ ഫംഗ്ഷൻ വാങ്ഡൂസിനെ, സോണം വാങ്ഡൂസിനെ എനിക്ക് ആകെ എന്താണ് സാറേ ഈ കുഴക്കട്ട വായിലിട്ട് പറയണ പോലെ എന്താ നാക്ക് പഠിക്കാതെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു അബദ്ധമാണ് സാറേ. ഈ വിധത്തിലാണോ കാര്യങ്ങൾ പഠിച്ച്? ആകെ തലതിരിഞ്ഞ പേപ്പറൊക്കെയാണല്ലോ പഠിച്ചിരിക്കുന്നത്. സാറ് പറഞ്ഞു വരുന്നത് ഈ സോനം വാങ്ചുക്കല്ലേ, ഈ കുട്ടികൾക്ക് വേണ്ടി നിരാഹാരം കിടന്ന മനുഷ്യനെ പറ്റിയിട്ടല്ലേ? ആ പേരിത്തിരി കട്ടിയാണ് സാറേ, സൂക്ഷിച്ച് പറഞ്ഞില്ലെങ്കിൽ ഈ ജാതി എന്നൊക്കെ പറയും. സാറ് പറഞ്ഞാട്ടെ, സാരല്ല, അതൊക്കെ ഒരു തെറ്റ് ആർക്കും പറ്റും. ലേലടാക്കുന്നതിന് ഞാനന്ന് അവിടെ സർവീസ് ചെയ്യുന്ന സമയത്തും ഇദ്ദേഹത്തിന്റെ പ്രവൃത്തികളൊക്കെ തുടങ്ങിയത് വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ പരിസ്ഥിതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു തുടങ്ങിയത്. പക്ഷെ പിന്നീട് പെട്ടെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു മാറ്റം. ഫൈനാൻഷ്യലി ഇവിടെ നിന്നോ കുറെ ഫണ്ടുകൾ വരാൻ തുടങ്ങി. അന്ന് സാറ് ലഡാക്കിൽ സർവീസ് നടത്തുന്ന സമയത്ത് അദ്ദേഹം അവിടെ നിരാഹാരം കിടന്ന ആ കാലഘട്ടത്തെ പറ്റിയാണ് സാറ് പറഞ്ഞു വരുന്നത് അല്ലേ? അന്ന് പരിസ്ഥിതിയൊക്കെ ആയി തുടങ്ങി. പെട്ടെന്നാണ് ഈ ഫണ്ടുകളൊക്കെ വിദേശത്തു നിന്നൊക്കെ വരാൻ തുടങ്ങിയത് അല്ലേ? അതല്ലേ സാറ് പറഞ്ഞു വരുന്നത്? ആളൊരു അപകടകാരിയാണെന്ന് പറഞ്ഞു വെക്കാനല്ലേ? ശരി, അതൊക്കെ പോട്ടെ, പഴയ കഥ. ഇപ്പൊ ഈ ഡൽഹിയിലെ കഥ സാർ പറയൂ. ഡൽഹിയിൽ വന്ന് നിരാഹാരം നടത്തുന്നു എന്ന് പറയുന്നത് തുടക്കം എന്താണ്? നീറ്റ് എക്സാമിനേഷന്റെ ചോദ്യപേപ്പർ ചോർന്നു, അതിന് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം.
ഇതാണ് ബേസിക്. ഇത് തുടങ്ങുന്നത് എവിടുന്നാണ്? അമേരിക്കയിൽ നിന്ന് ഏതോ ഒരുത്തന്നെ ഒരു എഞ്ചിനീയറിംഗും പഠിച്ച് അവിടെ എന്തൊക്കെയോ ചെറിയ ജോലിയൊക്കെ ചെയ്തിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിൻ ഇറക്കുന്നു, കാക്രോച്ച് ക്യാമ്പയിൻ. അത് പാർട്ടിയൊന്നല്ല, അത് ഇറ്റ്സ് PR വർക്ക് പോലുള്ള ഒരു ക്യാമ്പയിൻ ഇറക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ ആള് പെട്ടെന്ന് അവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഡൽഹിക്ക് വരുന്നു. ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ കിട്ടിയിരിക്കുന്ന കുറെ ഫ്രസ്ട്രേറ്റഡ് യങ്സ്റ്റേഴ്സ് എന്ന് പറയില്ലേ, അത് ശരിയാണ് സാറേ. സാറ് അവസാനം പറഞ്ഞ ആ ഫ്രസ്ട്രേറ്റഡ് യങ്സ്റ്റേഴ്സ് എന്ന് നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് ഈ യങ്സ്റ്റേഴ്സ് ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആയേ എന്നുള്ള കാര്യം ഒന്ന് അറിയണ്ടേ? കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ദേശീയ തലത്തിൽ നടക്കുന്ന നമ്മുടെ എക്സാമിനേഷനുകളുണ്ടല്ലോ, എൻട്രൻസ് എക്സാമിനേഷനുകൾ, ഈ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തെ മൊത്തം കുട്ടികൾ ദേശീയ തലത്തിൽ എക്സാമിനേഷൻ എഴുതണം. പണ്ട് അങ്ങനെയൊന്നുമല്ല. ഓരോ സംസ്ഥാനത്തും വെവ്വേറെ എക്സാമിനേഷൻ നടത്തി അവിടെ ഉന്നത വിദ്യാഭ്യാസം നേടിയിരുന്നു. നമ്മുടെ ഭരണഘടന അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്. അതൊക്കെ മാറ്റിയിട്ട് എല്ലാം ഒരൊറ്റ കൊടക്കീഴിൽ നമ്മുടെ ഒരു ഐഡിയോളജിക്ക് അനുസരിച്ച് കാര്യങ്ങൾ പഠിക്കണം നമ്മുടെ നാട്ടിലെ കുട്ടികൾ എന്നുള്ളത് കൊണ്ട് നമ്മളെല്ലാം ദേശീയ തലത്തിൽ നടപ്പിലാക്കി തുടങ്ങി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വലിയ അഴിമതിയും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജും ഒക്കെ നടന്നു. കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികൾ റാങ്കിൽ പിന്നിപ്പോവും. ലാസ്റ്റ് മിനിറ്റിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി കിട്ടുന്ന കുട്ടികൾ വലിയ റാങ്ക് വാങ്ങിയിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് അഡ്മിഷൻ വാങ്ങും. ഇതിന്നോ ഇന്നലെയോ കഴിഞ്ഞ വർഷമോ തുടങ്ങിയതല്ല, കുറച്ച് വർഷങ്ങളായിട്ട് തുടങ്ങിയിട്ട്. എന്തായാലും ഒരു 12 വർഷമായി സാറിൻ്റെ പാർട്ടിയും നമ്മുടെ പാർട്ടിയുമായ BJP ആണല്ലോ അധികാരത്തിലിരിക്കുന്നത്. അതിനു മുമ്പുള്ള കഥയൊക്കെ വിടാം. ഒരു വ്യാഴവട്ടക്കാലം, ഒരു പന്തീരാണ്ട് നമ്മുടെ പാർട്ടിയാണ് ഭരിക്കുന്നത്. ഇനി അതിനു മുമ്പ് എന്തെല്ലാം പിഴവുകൾ ഉണ്ടെങ്കിലും അതൊക്കെ തിരുത്തേണ്ട സമയവും കഴിഞ്ഞ് പുതിയ പാതയിൽ കൊണ്ടുവരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇതിപ്പോൾ ഈ വർഷം നീറ്റിൽ 2026 വലിയ തോതിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ഉണ്ടാവുകയും ഒരു പഠന കമ്മിറ്റിയൊക്കെ 2024 ഇതേപോലെ ഉണ്ടായപ്പോൾ സുപ്രീം കോടതി ഇടപെട്ട ഒരു കമ്മിറ്റിയെ വെച്ച് നമ്മളെല്ലാം ശരിയാക്കിയതിന് ശേഷം ഈ വർഷം നടത്തിയ പരീക്ഷയിലാണ് ഈ അഴിമതി നടന്നത് എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് വീണ്ടും ആ കുട്ടികളോട് പരീക്ഷയ്ക്ക് എഴുതി കഴിഞ്ഞ് വന്ന് അവർ ആശ്വാസം കൊണ്ടിരിക്കുമ്പോഴാണ് പിറ്റേ ദിവസം രാവിലെ പറയണത്, നിങ്ങൾ വീണ്ടും എഴുതണം, ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ലീക്കായി പുറത്തായി, അത് നാട്ടുകാരറിഞ്ഞു, അതുകൊണ്ട് ഇനി ഇത് ഞങ്ങൾക്ക് മൂടി വെക്കാൻ പറ്റില്ല, വീണ്ടും പരീക്ഷ എഴുതണം എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ ഫ്രസ്ട്രേറ്റഡ് ആവുമോ? അപ്പോൾ അവർക്കൊരു തിരിനാളം, പ്രകാശത്തിൻ്റെ തിരിനാളം ഈ സോനം വാങ്ചുക്കോ അല്ലെങ്കിൽ ഈ അമേരിക്കയിൽ നിന്ന് സാറ് പറഞ്ഞ പറന്നിറങ്ങിയ ആ മനുഷ്യനോ കൊടുത്തെങ്കിൽ അയാളുടെ പുറകെ കൂടും, അവരുടെ പുറകെ കൂടും. അവർക്കൊരു സേഫ്റ്റി വാൾവ് തുറന്നു കിട്ടിയതാണ്. അവരുടെ ഉള്ളിൽ അടക്കി പിടിച്ചിരിക്കുന്ന രോഷം പുറത്തേക്ക് വന്നതാണ് സാറേ. അതിൽ സാറ് എന്ത് കുട്ടന്മാരെ കണ്ടാലും അതിവിടെ സംഭവിക്കേണ്ടതായിരുന്നു എന്നാണ് ഇവിടെയുള്ളവരൊക്കെ പറയുന്നത്. അതിൻ്റെ പുറകിൽ പല മനുഷ്യരുണ്ടാവും, പല മതത്തിലുള്ളവരുണ്ടാവും, പല ജാതിയിൽപ്പെട്ടവരുണ്ടാവും, പല സാമ്പത്തിക വിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ടാവും. തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു മിഡിൽ ക്ലാസ്സാണ് അതിൽ കൂടുതലുണ്ടാവുക. സ്വാഭാവികമായും ഈ കുട്ടികൾ പലപ്പോഴും പുറത്തേക്ക് വരാൻ, അവർ സമരരംഗത്തിറങ്ങാൻ മടിച്ചിരുന്ന കുട്ടികളാണ്. എന്ന് മാത്രമല്ല, സാറിൻ്റെ പാർട്ടിയെയും നരേന്ദ്രമോദിയെയും BJPയെയും അധികാരത്തിലെത്തിക്കാൻ വേണ്ടി ഒരുപക്ഷെ അറിയാതെയെങ്കിലും മാനസികമായി പിന്തുണ തന്നിരുന്നവരാണവർ. അവരിൽ വലിയൊരു ഭൂരിഭാഗം ആൾക്കാർ കൂടെയാണ് ഈ ഡൽഹിയിലെ തെരുവോരങ്ങളിൽ വന്ന് ഈ വലിയ തോതിൽ ഈ 2 പേർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ സമരം നടത്തിയത്. അതിൽ സാറിൻ്റെ കണ്ണട വെച്ച് കാണുന്ന ഈ കുട്ടന്മാരെല്ലാം ഏതാണെന്ന് തിരിച്ചറിയാൻ അത് സാറിൻ്റെ കണ്ണട വെച്ച് നോക്കുന്നവർക്ക് നന്നായി ബോധ്യപ്പെടും. ഇനിയും സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ കേട്ടേക്കാം. കാരണം സ്വന്തമായിട്ട് കപ്പാസിറ്റി എന്താണെന്നുള്ള അവർക്ക് പോലും അറിയില്ല. ഇപ്പൊ പോലും നിങ്ങൾ ഡൽഹിയിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ പോലും ചില ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ പോയി നിന്നിട്ട് ഒച്ചമ്പടമുണ്ട്. അവര് ബേസിക്കലി ഇവിടെ വലിയ പണിയൊന്നും ഇല്ല അവർക്ക്. അപ്പൊ എവിടെയെങ്കിലും കയറി നിന്നിട്ട് TV-യിൽ കയറി നിന്ന് കണ്ട് എന്താണ് അവരുടെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പോയിരിക്കുന്നത് എന്താണ്, നീറ്റിന്റെ ചോദ്യപേപ്പർ ചോർന്നതിനുള്ള കാര്യങ്ങൾ, അതിനുള്ള സപ്പോർട്ട് കുട്ടികളെ അടിക്കാൻ പാടില്ല. പക്ഷെ കുട്ടികളെ അടിക്കുന്നത് എങ്ങനെയാണ്? പോലീസ് അവരുടെ വീട്ടിൽ കയറിയിട്ട് അടിക്കല്ല. നിങ്ങളോട് പറയണമെന്നുണ്ട്, ഇതിന് നിങ്ങൾ എന്നെ തെറിവിളിക്കുക എന്തുവേണം ചെയ്തോ. സാറിന് തന്നെ ബോധ്യമുണ്ട്, നാട്ടുകാർ തെറി പറയാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് താൻ ഈ പറയുന്നത് എന്നുള്ള ബോധ്യം സാറിന് ഉണ്ടായത്. അത് നല്ല കാര്യമാണ്. കാരണം സാറ് പറയുന്നതൊക്കെ സാറിന് തന്നെ അറിയാം തെറ്റായ കാര്യങ്ങളാണ്, ഈ സംഘപരിവാറിനെ സൂചിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് സാറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ സാറിന് നല്ല ബോധ്യമുണ്ട്. കാരണം സാറ് പറയുന്ന ഒന്നും ഫാക്ച്വലായിട്ട് ശരിയല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നീറ്റ് വിഷയമാണ് ഇവിടെ പ്രശ്നം.
അതിന് മനസ്സാക്ഷിയുള്ളവരൊക്കെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞു. സാറ് പറയുന്ന അവിടുത്തെ പോലീസുകാർ കുട്ടികളെ തല്ലി എന്ന് പറയുന്നത് സാറിന് സുഖം കിട്ടുന്ന കാര്യമാണെങ്കിൽ അത് ആ നാട്ടുകാർക്ക് അല്ലെങ്കിൽ അടി കൊണ്ടവർക്ക് അല്ലെങ്കിൽ അത് കണ്ടു നിന്നവർക്ക് സഹിച്ചു കാണില്ല. എന്തായാലും ഗംഭീരായി. ഇനിയും സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഞങ്ങൾ കേൾക്കാം. കാരണം കൂടുതൽ പറഞ്ഞാൽ നാട്ടുകാർ കൂടുതൽ തെറി പറയും. അതുകൊണ്ട് കൂടുതൽ തെറി സാറിന് കേൾക്കാതിരിക്കണമെങ്കിൽ നമ്മളത് കൂടുതൽ പറയാതിരിക്കില്ലേ നല്ലത്. ഈ പ്രക്ഷോഭം തുടങ്ങിയിരിക്കുന്നത് നീറ്റിന്റെ പ്രശ്നത്തിൽ. ഈ നീറ്റിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്നും നല്ല ഈ ചോദ്യപേപ്പർ ചോരുന്നല്ല ഉണ്ടായിരിക്കുന്നത്. ഇത് നോക്കൂ, എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ വായിച്ചു കാണിച്ചതാണ്. വേണ്ട സാറേ, സാറാ കാണിച്ചത് തന്നെ തലതിരിഞ്ഞാണ് കാണിച്ചത്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും തലതിരിഞ്ഞ കാര്യങ്ങളായിരിക്കുമെന്ന് നാട്ടുകാർക്കറിയാം. ഇനി കൂടുതൽ പറഞ്ഞിട്ട് സാറ് നേരത്തെ പറഞ്ഞ പോലെ നാട്ടുകാർക്ക് കൂടുതൽ തെറി പറയാൻ തോന്നുന്നതിന് മുമ്പ് നമുക്കിതോടെ നിർത്താം. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു. ഇത്തരം തമാശകൾ കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ.